ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് കുറച്ച് രാത്രി വിശേഷങ്ങൾ കണ്ടാലോ? കുറച്ച് ദിവസമായില്ലേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. ചേട്ടായിക്ക് വയ്യായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആർക്കെങ്കിലും വയ്യാതായി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊന്നും ഒരു മൂഡും ഇല്ല. അതുകൊണ്ടാട്ടോ വീഡിയോ ഇടായിരുന്നത്. സോറി. അങ്ങനെ ലുലുന്ന് കുറച്ച് കക്കയിറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളിവിടെ ഇതിന് എന്താ പറയാന്ന് കമന്റ് ചെയ്യാട്ടോ. ഇത് വൃത്തിയാക്കുന്ന പണിയാണ് വൺ ടാസ്ക് എന്ന് പറയുന്നത്. ഇത് ഏകദേശം ഒരു 1/2 കിലോ ഉണ്ടായിരുന്നു. 2 മണിക്കൂർ പോയി ഇതിന്റെ കൂടെ മൽപ്പിടുത്തം പിടിച്ചിട്ട്. അങ്ങനെ അതിനെ നല്ലപോലെ വൃത്തിയാക്കി. നമ്മുടെ മീൻചട്ടിയിൽ എന്തെങ്കിലും വെക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ എല്ലാത്തിനും. കസിൻ ബ്രദർ ആട്ടെ നാട്ടിൽ നിന്ന് മീൻചട്ടി കൊണ്ടുവന്നത്. മീൻചട്ടി ചൂടാകുമ്പം നമ്മൾ കടുക്, കറിവേപ്പില, വറ്റമുളക്, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഇതെല്ലാം കൂടെ ഇട്ട് നല്ല പോലെ വഴറ്റണം. നിങ്ങൾക്ക് സവാളയ്ക്ക് പകരം കൊച്ചുള്ളി വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ ഇതൊക്കെ ഒന്ന് നിറം മാറി വരുമ്പം വൃത്തിയാക്കി വെച്ചേക്കുന്ന കക്ക ഇട്ട് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഉപ്പും കൂടെ ഇടണം കേട്ടോ. ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വേവിക്കണം. അയ്യോ, ഞാൻ എന്താ വെക്കുന്നതെന്ന് പറയാൻ മറന്നുപോയല്ലേ. തോരനായിട്ടോ, കക്ക ഇറച്ചി തോരനാണ് വെക്കുന്നത്. തോരനായതുകൊണ്ട് തന്നെ ഇതിന് അരപ്പ് വേണം. അതിന് ആരോ തിരുമ്മി വെച്ച കുറച്ച് തേങ്ങ എടുക്കുക, മഞ്ഞപ്പൊടി, പെരുംജീരകവും കൂടിയിട്ട് നല്ല രീതിയിൽ അരഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് അടിച്ചെടുക്കണം. അരയാനല്ലെങ്കിൽ പിന്നെ എന്തിനല്ലേ മിക്സിയിലിടുന്നത്? ഐ മീൻ നല്ല പോലെ അരയ്ക്കരുത്. ഇനി കക്ക വേവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ നല്ല കരിഞ്ഞ മണം വരും. പിന്നെ കക്ക ഇറച്ചി ആയിരിക്കില്ല നമുക്ക് കിട്ടുക. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിടുക. 1 ടീസ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ച് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ കക്ക ഇറച്ചി തോരൻ ഈസ് റെഡി. കുറച്ച് കറിവേപ്പിലയും കൂടി ഗാർണിഷിങ്ങിന് വേണ്ടി ഇട്ട് കൊടുക്കാം. അടുത്തത് ചീരത്തോരനും ബീൻസ് മെഴുക്കുവരട്ടി ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ ചേട്ടായി വന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ചായയൊക്കെ വെച്ചു. നോക്കിയപ്പോൾ ചോറിൻ്റെ കൂടെ ഒഴിക്കാനായിട്ട് ഒന്നുമില്ല. അങ്ങനെ ഞാൻ പെട്ടെന്നൊരു മോരുകറി തട്ടിക്കൂട്ടി. എനിക്ക് ചോറ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സ്ട്രോബെറി കട്ട് ചെയ്ത് കഴിച്ചു.